നേതാവ് റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഡീൽ സംബന്ധിച്ചുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് മുന്നണികൾക്കും യഥാർത്ഥത്തിൽ ഡീലുള്ളത് ഇസ്ലാമിക ഭീകര ശക്തികളുമായിട്ടാണ്. കാരണം SDPIയുടെ സ്ഥാനാർത്ഥി പിൻവലിക്കുന്ന നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത് UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പരം ഇനിയും മറ്റു തെളിവുകളൊന്നും ഈ ഡീല് സംബന്ധിച്ച് ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അത് പരസ്യമായ ഡീലാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI പോലെയുള്ള രാജ്യവിരുദ്ധ തീവ്രവാദ മാനസികാവസ്ഥയുള്ള സംഘടനകളുമായിട്ട് യോജിച്ച് അവിടെ മാത്രമല്ല ഇപ്പൊ വേങ്ങരയിലും മങ്കടയിലും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, ദേശവിരുദ്ധ മനോഭാവമുള്ള രാഷ്ട്രീയ കക്ഷിയുമായിട്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും പരസ്പര ഡീലിലാണെന്നും അതിന്റെ ഫലമായിട്ടാണല്ലോ ഇപ്പൊ മഞ്ചേശ്വരത്ത് ബഹുമാനപ്പെട്ട സുരേന്ദ്രനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയ SDPIയുടെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിൻവലിച്ചതിന് ശേഷം ഈ ഡീലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല കോൺഗ്രസിന്റെ ലീഗിന് സമ്മർദ്ദമാണ് അവിടെ നിന്ന് സ്ഥാനാർത്ഥി പിൻവലിക്കുക എന്നുള്ള പരസ്യമായിട്ട് സംഭവിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവിഹിത രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇപ്പൊ കേരളത്തിൽ UDFന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ പരസ്യമായിട്ട് തന്നെ പറയുന്നു. അതുപോലെ തന്നെ ഇതുവരെ നമുക്ക് കൃത്യമായ രീതിയിൽ അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മലപ്പുറം ജില്ലയിൽ തന്നെ 2 ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുള്ള അവരുടെ നോമിനിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ നിയമസഭയിൽ ദേശവിരുദ്ധ രാജ്യവിരുദ്ധ മനോഭാവമുള്ള സംഘടനകളുടെ പ്രതിനിധികളെ MLA-മാരായിട്ട് വരാനുള്ള സാഹചര്യമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് ഈ UDF എങ്ങനെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നതാരായിരിക്കും, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ നിർണായകമായിട്ടുള്ള വകുപ്പുകൾ നിയന്ത്രിക്കുന്ന ആരായിരിക്കും, അത് ഈ ഇസ്ലാമിക ശക്തികളായിരിക്കും എന്നുള്ള കാര്യം വളരെ പരസ്യമായിട്ട് ഒരു തെളിഞ്ഞില്ലേ. അതല്ലേ മഞ്ചേശ്വര സ്ഥാനാർത്ഥി പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിൽ ഈ 2 മുന്നണികളും തമ്മിൽ ഡീലിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നാളുകളിൽ കേരളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, വികസിത കേരളത്തിനുണ്ട് എന്തൊക്കെ ചെയ്യണം, തങ്ങളുടെ പദ്ധതികൾ എന്താണെന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ട് ഇവർ ഈ ഡീലും ഇതുപോലെയുള്ള ഈ അവിശുദ്ധ അവിഹിത ബന്ധങ്ങളുമായിട്ട് നമ്മുടെ കേരളീയരെ വീണ്ടും കളിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് NDAയുടെ പ്രാധാന്യം. NDAയും അതിന്റെ നേതൃത്വവും കേരളത്തിലെ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാതെ കൊണ്ട് തന്നെ വികസിത കേരളത്തിനും സുരക്ഷിത കേരളത്തിനും വേണ്ടിയിട്ട് മാത്രമുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വോട്ടുകൾ തേടുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ വീണ്ടും കപട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് കേരളത്തിലെ വീണ്ടും പഴയകാലത്തെ പോലെ തന്നെ ചതിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭയാനകമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും അലയൻസിൽ ഏർപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഡീൽ അവർ കാഴ്ചവെച്ചുകൊണ്ട് നമ്മളുടെ ജനാധിപത്യത്തിന്റെയും സമാധാനപരമായിട്ടുള്ള കേരളത്തിന്റെ അന്തരീക്ഷത്തെയും വെല്ലുവിളിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഇതിൽ ജാഗ്രതയോടെ തന്നെ കാണണം. ഈ ശക്തികളെ കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കാതിരിക്കാനായിട്ട് ജനാധിപത്യ ബോധമുള്ള ദേശീയ ബോധമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് NDAയുടെ ഒപ്പം ചേരണമെന്നാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.